ആര് ഭരിച്ചാലും നമ്മുടെ പോലീസിൻ്റെ സ്വഭാവത്തിൽ പെട്ടെന്ന് മാറ്റമൊന്നും പ്രതീക്ഷിക്കേണ്ട. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് പട്ടം LIC ജംഗ്ഷനിൽ ഒരു അപകടമുണ്ടായി. ഒരു പാവപ്പെട്ട മത്സ്യത്തൊഴിലാളി സ്ത്രീയെ അജ്ഞാതമായ വാഹനം ഇടിച്ചിട്ട് കടന്നുപോയി. വെളുപ്പിന് 5 മണിക്ക് അവർ മീൻകൊട്ടയുമായി LIC ജംഗ്ഷനിൽ വന്നിറങ്ങി റോഡിൽ കൂടെ നടക്കുമ്പോഴാണ് ഈ വാഹനം ഇടിച്ച് കടന്നുപോയത്. ഈ പട്ടം ഭാഗത്ത് LIC ലൈനിലുമൊക്കെ മീൻ വിൽക്കുന്ന ഒരു പാവപ്പെട്ട സ്ത്രീ. ഏതാനും ദിവസം കഴിഞ്ഞാണ് അവരുടെ ഈ അപകട വാർത്ത ഞാൻ അറിയുന്നത്. അതേക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാൻ പെട്ടെന്ന് കഴിഞ്ഞില്ല. പക്ഷേ അവരെ വാഹനം ഇടിച്ചിട്ടും ആ വാഹനം അന്ന് കണ്ടെത്താൻ കഴിഞ്ഞില്ല. അവർ ആശുപത്രിയിലാണ് എന്നറിഞ്ഞു. എന്തായാലും അവർ താമസിക്കുന്നത് വലിയ വെളിയിലാണ്. തിരുവനന്തപുരത്തിൻ്റെ കോസ്റ്റൽ ഏരിയയായ വലിയ വെളിയിൽ ഞങ്ങൾ എൻ്റെ 1-2 സുഹൃത്ത് കുടുംബാംഗങ്ങളുമായിട്ട് ഞങ്ങൾ അവിടെ പോയി ഒട്ടേറെ അന്വേഷണം നടത്തി ആ വീട് കണ്ടെത്തി. കടൽത്തീരത്തുള്ള ഒരു കുടിലിലാണ് അവർ താമസിക്കുന്നത്. ആ അപകടത്തിൽ ആ സ്ത്രീയുടെ 18 വാരിയെല്ലുകൾ ഒടിഞ്ഞു. അവരുടെ ഒരു കൈ ഒടിഞ്ഞു, പ്ലാസ്റ്റർ ഇട്ടിരിക്കുകയാണ്. അവർ ബെഡ് റെസ്റ്റാണ്, കട്ടിലിൽ കിടപ്പാണ്. ഇടയ്ക്കിടയ്ക്ക് ആശുപത്രി കൊണ്ടുപോകും, തിരിച്ചു കൊണ്ടുവരും. ഞാൻ അന്വേഷിച്ചു പേരൂർക്കട പോലീസ് സ്റ്റേഷനിലെ, കാരണം ഈ LIC ജംഗ്ഷനിൽ പട്ട LIC ഉൾപ്പെടുന്ന ഭാഗം പേരൂർക്കട പോലീസ് സ്റ്റേഷൻ അതിർത്തിയിലാണ്. പേരൂർക്കട പോലീസ് സ്റ്റേഷൻ അന്വേഷിച്ചപ്പോൾ ഇത് സംബന്ധിച്ച് ഒരു കേസും എടുത്തിട്ടില്ല. ഇത് സംബന്ധിച്ച് പിറ്റേ ദിവസം മലയാള മനോരമ പത്രത്തിലൊരു വാർത്ത വന്നു, അവരുടെ പടം സഹിതം. ആ വാർത്ത സഹിതം ഞാനൊരു പരാതി തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ കൊടുത്തു. അദ്ദേഹം അതേക്കുറിച്ച് അന്വേഷിക്കാമെന്ന് പറഞ്ഞു. പിന്നീട് യാതൊരു വിവരവുമില്ല. കുറേ നാൾ കഴിഞ്ഞിട്ട് ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞ് ഞാൻ ആ വീട്ടിൽ അന്വേഷിച്ചപ്പോഴത്തേക്ക് അവർ പറഞ്ഞു പോലീസ് വിളിച്ചിരുന്നു, പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഒരു കേസ് FIR എടുത്തിട്ടുണ്ട്. പക്ഷെ അതിലും ദയനീയമായ ഒരു കാര്യം, ഈ 18 വാരിയിൽ ഒളിഞ്ഞെടുക്കുന്ന ഈ സ്ത്രീയെ പോലീസ് മൊഴിയെടുക്കാൻ വേണ്ടി ആ സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി. മകളെയും കൂട്ടി സ്റ്റേഷനിലെത്താനാണ് പറഞ്ഞത്. ആ പാവം സ്ത്രീ ഈ പ്ലാസ്റ്ററും ഇട്ട് ഈ ഒടിഞ്ഞ വാരിയലുകളുമായിട്ട് ആ പോലീസ് സ്റ്റേഷനിലെത്തി. അവർക്ക് അത്ര വിവരമേ ഉള്ളൂ, പോലീസ് വിളിച്ചാൽ എവിടെയാണെങ്കിലും ഏത് അവസ്ഥയിലാണെങ്കിലും പോകണം എന്നരിക്കുന്ന പാവപ്പെട്ട ഒരു സ്ത്രീ ആയതുകൊണ്ട് അവരങ്ങനെ പോയി. ഞാൻ ആ പേരൂർക്കട പോലീസിലെ CA വിളിച്ചു ചോദിച്ചു, താങ്കൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പാവപ്പെട്ട ആക്സിഡൻറ്റ് നേരിട്ട ഒരു സ്ത്രീയെ ഇങ്ങനെ വിളിച്ചു വരുത്തിയത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ അറിഞ്ഞില്ലല്ലോ അങ്ങനെ ഒരു സംഭവം ഉണ്ടായോ എന്ന്. ഞാൻ സിറ്റി പോലീസ് കമ്മീഷണറോട് വിളിച്ച് പറഞ്ഞു. പോലീസ് കമ്മീഷണറോട് പറഞ്ഞു വളരെ മോശമായിപ്പോയി, ഞാൻ അതേക്കുറിച്ച് അന്വേഷിക്കാമെന്ന്. ഇപ്പോൾ അതും കഴിഞ്ഞിട്ട് 3-4 ദിവസമായി. എന്ത് സംഭവിച്ചെന്ന് എനിക്കറിയില്ല. ഒരു FIR ഇട്ടു എന്നുള്ളതിനപ്പുറത്തേക്ക് ആ കേസിലൊന്നും സംഭവിച്ചിട്ടില്ല. ആ ഇടിച്ചിട്ട് പോയ വാഹനം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ആ വാഹനം കണ്ടെത്താത്ത കാലത്തോളം അവർക്ക് ഇൻഷുറൻസ് ആനുകൂല്യം, തേർഡ് പാർട്ടി ആനുകൂല്യം പോലും കിട്ടില്ല. ആ പാവപ്പെട്ട സ്ത്രീയുടെ ചികിത്സാ ചെലവിനായിട്ട് ഇപ്പോൾ 1000 രൂപ ചിലവായി. 5 പൈസ അവർക്ക് ആരിൽ നിന്ന് സഹായം കിട്ടിയിട്ടില്ല. ഞാൻ കഴക്കൂട്ടം MLA ശ്രീ V മുരളീധരനോടും പറഞ്ഞു. അദ്ദേഹവും പറഞ്ഞു ഞാൻ അന്വേഷിക്കാം, നടപടിയെടുക്കാമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ അദ്ദേഹവും എന്ത് ചെയ്തു എന്ന് എനിക്കറിയില്ല. എന്തായാലും ഈ അവസ്ഥ, ഒരു സാധാരണക്കാരായ പാവപ്പെട്ട ഒരു സ്ത്രീയെ ഒരു വാഹനം ഇടിച്ചിട്ടാൽ ആ വാഹനം കണ്ടെത്താൻ പോലീസിന് താല്പര്യമില്ല. ആ LIC ജംഗ്ഷനിൽ എനിക്ക് തോന്നുന്നു ഒരു 1/2 ഡസൻ ക്യാമറകളെങ്കിലും ഉണ്ട്. അവിടെയാണ് മോഡൽ സ്കൂളിൻ്റെ തന്നെ 2-3 പിന്നെ ക്യാമറകൾ അവിടെയുണ്ട്. LIC ചീഫ് ഓഫീസ് അവിടെയാണ്, റീജിയണൽ ഓഫീസ് അവിടെയാണ്, അവരുടെ ക്യാമറകൾ അവിടെയുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ക്യാമറകൾ ഉണ്ടായിട്ട് പോലും ഇടിച്ചിട്ട വണ്ടിയെ കണ്ടെത്താനായിട്ട് പോലീസിന് കഴിയുന്നില്ല. അപ്പോൾ ഇത്രമാത്രം ദയനീയ അവസ്ഥയിലാണ് കാര്യം. പോലീസ് പുതിയ ഭരണം വന്നു, പുതിയ മുഖ്യമന്ത്രി വന്നു, കൂടുതൽ പ്രതീക്ഷകൾ വരുന്നു. പുതിയ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല വളരെ സജീവമായിട്ട് പോലീസിനെ വളരെ ജനകീയമാക്കാനായും വളരെ ശക്തമാക്കാനും ഒക്കെ അദ്ദേഹം വളരെ ശ്രമവും നടക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ തൂഫാൻ പോലെയുള്ള ഈ മയക്കുമരുന്നിനെതിരായിട്ടുള്ള പോരാട്ടമൊക്കെ വളരെയേറെ ജനപ്രീതി നേടിക്കഴിഞ്ഞു. പക്ഷേ ഇങ്ങനെയൊക്കെയാണ് പോലീസ് ഇപ്പോഴും പ്രവർത്തിക്കുന്നത് എന്നുള്ള വിവരം ഒരുപക്ഷെ അദ്ദേഹമോ അദ്ദേഹത്തിൻ്റെ ഓഫീസോ അല്ലെങ്കിൽ തിരുവനന്തപുരത്തെ DGP പോലും അറിഞ്ഞിട്ടുണ്ടാവില്ല. ഞാൻ ഈ വാർത്ത മനോരമയിൽ വന്ന പത്രവാർത്ത അദ്ദേഹത്തിൻ്റെ ഓഫീസിലേക്ക് അയച്ചു കൊടുത്തു. അദ്ദേഹം നടപടി എടുക്കാനായിട്ട് എന്തെങ്കിലും ചെയ്തോ എന്ന് എനിക്കറിയില്ല. അദ്ദേഹത്തെ വിളിച്ച് ബുദ്ധിമുട്ടിക്കേണ്ട ഇത്രയും ചെറിയ കാര്യത്തിന് വേണ്ടി ഞാൻ കരുതി. പക്ഷേ എന്തായാലും പോലീസിനെ സംബന്ധിച്ച് അവരുടെ കർത്തവ്യ നിർവഹണത്തിലെ പാവപ്പെട്ടവനും പണക്കാരും എന്നുള്ള ഒരു വ്യത്യാസം ഇപ്പോഴുമുണ്ട്. അതിലൊരു മാറ്റം വരണമെങ്കിൽ
ഈ ചെറിയ കാര്യത്തിലെങ്കിലും, അതായത് എന്തുകൊണ്ട് ഇത്രയും രോഗാവസ്ഥ, ഇത്രമാത്രം പരിക്ക് പറ്റിയ ഒരു സ്ത്രീയെ ഏകദേശം 10-15 കിലോമീറ്റർ അകലെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി എന്തുകൊണ്ട് മൊഴിയെടുത്തു? എന്തുകൊണ്ട് ഇതുവരെ അഴിച്ചിട്ട വാഹനം കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല? ഈ നാട്ടിലെ ഒരു സമ്പന്നനായ ഒരു വ്യക്തിയാണെങ്കിൽ, അല്ലെങ്കിൽ ഇവിടുത്തെ ഏതെങ്കിലും രാഷ്ട്രീയ സ്വാധീനമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവുമോ? ഇപ്പോഴും പോലീസിന് ആ വാഹനം കണ്ടെത്താൻ കഴിയാത്ത അവസ്ഥ വരുമോ? വെളുപ്പിന് 5 മണിക്കാണ്. ആ സമയം ധാരാളം പേര് അവിടെ ഉണ്ടായിരുന്നു, ദൃക്സാക്ഷികളുണ്ട്. പക്ഷേ വാഹനം കണ്ടെത്താൻ കഴിയുന്നില്ല എന്ന് പോലീസ് പറഞ്ഞു. ഇപ്പോൾ ഏകദേശം 1 മാസത്തിലേറെയായി. ഇതുവരെയായിട്ടും ഒരു FIR നിൽക്കുകയാണ് ആ കേസ്. ഈ ദയനീയമായ അവസ്ഥയിൽ നിന്ന് നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ ആൾക്കാരെ പോലീസിന് സംരക്ഷിക്കാൻ കഴിയുന്ന കാലത്തമേ ഇവിടെ ശരിക്കുള്ള ജനാധിപത്യവും പോലീസ് ഭരണവും ഉണ്ടാവുകയുള്ളൂ എന്ന് പറയാതെ വയ്യ.